അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഇവിടെ എത്തി. അതായത് രാജാവേ, എനിക്കൊരാഗ്രഹങ്ങളൊന്നുമില്ല, എൻ്റെ തത്തക്കൂട്ടങ്ങളെ കണ്ടാൽ നിങ്ങൾ എന്താക്കണം, ഒന്ന് അവരോട് സലാമൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, എന്നിട്ട് എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഉൻസെ, ഇനി അവരോട്, അതായത് ആ തത്തക്കൂട്ടങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അവരോട് കഹിയെ പറഞ്ഞാലും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേന ദീജിയെ എന്ന് പറഞ്ഞ പോലെ തന്നെ കഹിന എന്നുള്ളതിൻ്റെ ബഹുമാന സൂചനയാണ് കഹിയെ പറഞ്ഞാലും. എന്തെന്നാൽ ഞാൻ പർദേശ് മേ ഹു, ഞാൻ അന്യദേശത്തിലാകുന്നു. ഓർ ആപ്പിനെ, മാത്രമല്ല നിങ്ങൾ, അതായത് മുജെ, എനിക്ക്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ രാജാവ്, നിങ്ങൾ മുജെ, എനിക്കുള്ള ബുലാദിയ, നന്മകൾ നേരൂ, അതായത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയുന്നു, അവർക്ക് നല്ലത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നറിയും, എൻ്റെ നന്മകൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വീണ്ടും പറയാണ് തത്ത, കിസ്മത്തിനെ, ഈ ഭാഗ്യം, വിധി, കിസ്മത്ത് പറഞ്ഞാൽ വിധി, ഭാഗ്യം എന്നൊക്കെ പറയും. കിസ്മത്തിനെ, വിധി, മുജെ, എന്നെ, കൈദ് ജയിലിൽ ഡാൽ ദിയാ ഹെ, ഇട്ടിട്ടുണ്ട്. അതായത് എൻ്റെ വിധി ഈ ജയിലിൽ കയ്യിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ രാജാവ് ഒരു തത്തക്കൂടാണ് ഉദ്ദേശിച്ചത്. തത്തക്കൂടുകൾക്ക് ജയിലാണ്, അപ്പോൾ തത്തക്ക് ജയിലാണല്ലോ. അപ്പം ഈ വിധി എന്നുള്ളത് എന്നെ എന്താക്കി, ജയിലിൽ ഇട്ടിട്ടുണ്ട്. ഡാൽ ദിയാ ഹെ, ഇട്ടിട്ടുണ്ട്. ഡാൽ ദേന, ഇടുക. ഓക്കെ. ആപ്പ്, നിങ്ങൾ, അതായത് തത്തക്കൂട്ടങ്ങൾ, ആസാദ് ഹൈ, അവരെന്താണ്, സ്വതന്ത്രരാകുന്നു നിങ്ങൾ. ഓർ ബാഗോങ്കി, തോട്ടങ്ങളുടെ, തോട്ടങ്ങളിലൊക്കെ സൈർ കർത്തെ, സഞ്ചരിച്ച്, പിർത്തേഹെ, ചുറ്റിത്തിരിയുന്നു. സേർ കർണ, സഞ്ചരിക്കുക, പിർണ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കുറിയുക, തിരിയുക. അപ്പോൾ സേർ കർത്തേ പിർത്തേഹെ, സഞ്ചരിച്ച് ചുറ്റിത്തിരിയുന്നു നിങ്ങൾ. ഞാനാണെങ്കിലോ ജയിലിൽ ഇങ്ങനെ. മാത്രമല്ല ഞാൻ ദിൻ, രാത്രിയും പകലും, വത്തൻ കി, നാടിൻ്റെ, അതായത് നിങ്ങൾ ജീവിക്കുന്ന ആ നാടിൻ്റെയും, ഓർ ആപ്കി, നിങ്ങളുടെയും, യാതുമേ, ഓർമ്മകളിൽ, തടപ്പത്താരഹ്താഹു, ഇങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നു. തടപ്പിനാന്ന് പറഞ്ഞാൽ അസ്വസ്ഥനാവുക, നെഞ്ചൊക്കെ പിടക്കുക എന്നാട്ടോ. അങ്ങനെ ഞാൻ തടപ്താരഹ്താഹു, ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ അസ്വസ്ഥരാകുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ ആയിരുന്നുവെങ്കിൽ, ഇനി നിങ്ങളവിടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ, നിങ്ങളെക്കുറിച്ച് എനിക്ക് അസ്വസ്ഥത വരുന്നുണ്ട്. ഇസ് കൈദ് സെ, ഇനി നിങ്ങളെന്ത് ചെയ്യണം, ഈ കൈദ്, ഇസ് കൈദ് സെ, ഈ ജയിലിൽ നിന്നും, രഹായി എന്ന് പറഞ്ഞ മോചനം, ഈ ജയിലിൽ നിന്നും രഹായിക്ക്, മോചനത്തിൻ്റെ കോയി സൂറത്ത്, എന്തെങ്കിലും ഒരു രൂപം, സൂറത്ത് രൂപം, എന്തെങ്കിലും ഒരു രൂപം ഹോത്തോ ഉണ്ടെങ്കിൽ, മുജെ ബത്തായിയെ, എനിക്ക് പറഞ്ഞു തന്നാലും, ബത്താന പറയുക, ബത്തായിയെ പറഞ്ഞു തന്നാലും, വർണ്ണേ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ, ഞാൻ യൂഹി, ഇപ്രകാരം തന്നെ, അതായത് ഇങ്ങനെ ജയിലിൽ നിന്ന് തന്നെ, ഗുഡ് കർ, പിടഞ്ഞിട്ട് മർജാവുക, മരിച്ചു പോകും, എത്രയും പെട്ടെന്ന് എനിക്ക് രക്ഷക്കുള്ളൊരു മാർഗം നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണിപ്പോൾ ആര് പറഞ്ഞത്, തത്ത രാജാവിന് പറഞ്ഞത്. എല്ലാവരോടും ചോദിച്ചാൽ എന്താ ആഗ്രഹം, തത്ത പറഞ്ഞു എനിക്കൊന്നുമില്ല, ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് തത്ത പറഞ്ഞു നിർത്തി. അങ്ങനെ സൗദാഗർണൻ, വ്യാപാരി, തൂത്തേക്ക്, തത്തയുടെ ബാത്വി, കാര്യവും, തത്തയുടെ കാര്യവും, ലിക്ലി, എഴുതിയെടുത്തു. ലിക്കിനാറിനെ എഴുതുക, ലേന എടുക്കുക. അപ്പം ലിക്ലി പറഞ്ഞാൽ എഴുതിയെടുത്തു. ജബ്വോ, അങ്ങനെ യജമാനൻ, സഫർ, അതായത് മുതലാളി, സഫർ കർത്തേ, യാത്ര ചെയ്ത് ചെറുത്, എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ആര്, രാജാവ്. അങ്ങനെ രാജാവ്, ജബിൻ്റെ അർത്ഥം അവസാനം വെക്കാൻ പാടുള്ളൂ കേട്ടോ. ജബ് അദ്ദേഹം, സഫർ കർത്തേ, യാത്ര ചെയ്ത് ഹിന്ദുസ്ഥാൻ കി, ഇന്ത്യയുടെ സർഹദ് പറഞ്ഞാൽ അതിർത്തി, ഇന്ത്യയുടെ ഏതോ ഒരു അതിർത്തിയിൽ, ദാഖിൽ ഹുവാത്തോ, പ്രവേശിച്ചപ്പോൾ, ജബർണ പോൾ എന്നാണ് അവസാനമാണ് അർത്ഥം കിട്ടുക. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ഇന്ത്യയുടെ ഒരു അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ, ഉസ്സേ, അദ്ദേഹത്തിന് ഉസ്കോന്നാട്ടോ, അതിനെ നമ്മൾ ഉസ്സേന്നാക്കി, അദ്ദേഹത്തിന് തൂത്തോക്ക, ഒരു തത്തകളുടെ ഏക്ക് ജുണ്ട്, ഒരു കൂട്ടം, നസർ ആയ കണ്ടു, ഒരു കൂട്ടത്തെ നസർ ആയ കണ്ടു. ഇതാ തത്തയുടെ കൂട്ടം കണ്ടപ്പോഴാണ് ആർക്കും ഓർമ്മ വന്നത്, രാജാവിന്, യജമാൻ്റെ ഓർമ്മ വന്നു. എനിക്കൊരു തത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ സന്ദേശമൊക്കെ അറിയിക്കാൻ. അങ്ങനെ ഉസ്നെ, രാജാവ് ആ തത്തയെ കണ്ട ഉടനെ ഉസ്നെ, അദ്ദേഹം അപ്പിനി സവാരി റോക്കി, തൻ്റെ യാത്ര, തൻ്റെ സഞ്ചാരം നിർത്തി. ഓർ തൂത്തയുടെ സലാമോ പയാം പഹുഞ്ചായ, ആ തൂത്തയുടെ, അതായത് നമ്മളെ തത്തയുടെ സലാമോ പയാം, സന്ദേശം, അതായത് സുഖവിവരം, സന്ദേശങ്ങളൊക്കെ പഹുഞ്ചായ, എത്തിച്ചു കൊടുത്തു. എന്താ സന്ദേശം, നേരത്തെ പറഞ്ഞ അതേ കാര്യം, ആ കാര്യം അതേപോലെ ആരിവിടെ അവതരിപ്പിച്ചു, യജമാനൻ ഈ തത്തക്കൂട്ടങ്ങളോട് അവതരിപ്പിച്ചു. അങ്ങനെ പയാം, ഈ സന്ദേശം, സുൻതേഹി, കേട്ട ഉടനെ, ആത്തേഹി, വന്ന ഉടനെ,
കാത്തേഹി തിന്ന ഉടനെ, ചൽത്തേഹി നടന്ന ഉടനെ, അങ്ങനെയൊക്കെ പറയും. സോത്തേഹി ഉറങ്ങിയ ഉടനെ, അങ്ങനത്തെ ഒരു പ്രയോഗം കേട്ടോ അത്. സുൻതേഹി ഈ സന്ദേശം കേട്ട ഉടനെ തന്നെ, ഉൻ തൂത്തോമേ ആ തത്തകളിൽ നിന്നും, ഉൻ തൂത്തോമേസെ ആ തത്തകളിൽ നിന്നും, ഏക്ക് ഒരു തത്ത, തർത്തറാക്കർ വിറച്ച് വിറച്ചിട്ട്, ജമീൻ പർ എന്ത് ഭൂമിയുടെ മേൽ, ഓർ ഭൂമിയുടെ മേൽ ഗിറ, ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക കേട്ടോ, ഭൂമിയുടെ മേൽ ഗിറ വീണു, ഓർ ടണ്ടാ ഹോഗയ തണുത്തു മരവിച്ചു മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ടണ്ടാ ഹോഗയ മരവിച്ചു പോവുക, മരവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്, മരിക്കുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ ടണ്ടാ ഹോഗയ മരിച്ചുപോയി, തണുത്തു മരവിച്ചു എന്നർത്ഥം കേട്ടോ. വീണിട്ട് തണുത്തു മരവിച്ചു, അതായത് മരിച്ചു എന്നുള്ളൊരർത്ഥം. അപ്പോൾ അതാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. വീണ്ടും വീണ്ടും നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.